നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് അല്ലേ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ടി നാട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, നമ്മൾ വിളിച്ചോ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ പ്രതിസന്ധികളിലും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പല പ്രെയർ കൊണ്ടാണെന്ന് എനിക്കെപ്പോഴും. കാര്യം എപ്പോഴും ദേ ആർ കൺസേൺഡ് അബൌട്ട് അസ് അല്ലേ. അവർക്ക് ചിലപ്പോൾ സുഖമില്ലാത്ത അവസ്ഥയായിരിക്കാം, പ്രായമായിട്ടുണ്ടാകാം, പക്ഷെ എന്നിരുന്നാലും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ എപ്പോഴും അവർ കൺസേൺ ആണ്. ദേ പ്രേ ഫോർ എസ് എ ലോട്ട്. എൻ്റെ മോന് ബോർഡ് എക്സാം ഫേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ പറയും അവൻ്റെ എക്സാം എപ്പോഴാണ്, ഞാൻ ആ ഒരു സമയത്ത് അവന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മളൊക്കെ അത്രയും കൺസേൺ ആണോ നമ്മുടെ ലൈഫിൽ അല്ലേ. നമ്മുടെ ഒരു അമ്മയുടെ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വളരെ വലുതാണ്. ഞാനൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോഴേ പുള്ളി ഇങ്ങനെ ഫോണിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഉമ്മയാണ്. ഉമ്മ ഇങ്ങനെ പല കാര്യങ്ങളും പറയും, അടുത്ത വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അത് മേ ബി അതത്ര റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഉമ്മ പറയുന്നത് ഞാനിങ്ങനെ കേൾക്കും. അതങ്ങോട്ട് സമ്മതിച്ചു അങ്ങോട്ട് കൊടുക്കും. അത് ഞാനും ആലോചിച്ചു, നമ്മുടെ അമ്മമാർക്കുള്ള ഒരു വാല്യൂ ഇറ്റ്സ് വളരെ വലുതാണ്. അവർ ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് പക്ഷേ നമുക്കത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ല. നമുക്ക് സമയം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അമ്മമാരെ വിളിക്കാത്ത അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും വിളിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മിനിറ്റ് ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അവരോട് ജസ്റ്റ് ഒരു അന്വേഷണം, അവരെക്കുറിച്ച് എങ്ങനെയുണ്ടോ ഉമ്മ, സുഖമാണോ, ജസ്റ്റ് 1-2 മിനിറ്റ്, ദാറ്റ്സ് ഇറ്റ്. വലിയ ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനെൻ്റെ ദിവസവും എനിക്ക് രാവിലെ അത് എൻ്റെ ഒരു ചെറിയൊരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്കെഡ്യൂളൊക്കെ ഒന്ന് ഓവർലാപ്പൊക്കെ ആവുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന്, കാര്യം അവർ വെയിറ്റ് ചെയ്യും നമ്മുടെ അല്ലെങ്കിൽ നമ്മളെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ദേ ബിക്കം നെർവസ്. എന്ത് പറ്റി, അവനിനി സുഖമില്ലേ, വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയിപ്പോയോ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ കൺസേൺസ് അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വി ഹാവ് ടു കോൾ അവർ പാരൻസ് ഓൺ എ ഡെയിലി ബേസിസ്. നമ്മൾ ഇത്രയധികം ദൂരത്താണെങ്കിലും നമുക്ക് അവരുടെ ഒരു ബ്ലെസ്സിങ് എപ്പോഴും വേണം നമ്മുടെ ലൈഫിലുള്ള. കാരണം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് ഫുൾ ഓഫ് അൺസർട്ടൈനിറ്റിയാണ് അല്ലേ. ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു സംഭവമാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏതൊരു കൊലക്കൊമ്പനാണെങ്കിലും യു ക്യാൻ ഏബിൾ ടു ഫേസ് ടു ഫേസിൽ അവരെ നമുക്ക് നേരിടാൻ പറ്റും. അപ്പോൾ മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. ടേക്ക് കെയർ.